മലയാളി യാത്രയുടെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് സീ ടു സ്കൈ ഗോണ്ടോലയിലാണ്. ഇന്ന് നല്ല ചില്ലിങ് കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പം ഇവിടെ -9°C ആണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. മേലിൽ ഏകദേശം ഒരു -12° ആകാനാണ് സാധ്യത. അപ്പം നമുക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ കാണാനും കേൾക്കാനുണ്ട്. എല്ലാവർക്കും മലയാളി യാത്രയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗരിബാൽദി മലനിരകളുടെ താഴ്വാര പ്രദേശമാണ് സ്ക്വാമിഷ് എന്ന ചെറുപട്ടണം. വാൻകൂവറിൽ നിന്നും വിസ്ലറിലേക്കുള്ള സീ ടു സ്കൈ ഹൈവേയിലാണ് സീ ടു സ്കൈ ഗൊണ്ടേല എന്ന ടൂറിസ്റ്റ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കാനഡയുടെ ഔട്ട്ഡോർ റിക്രിയേഷന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ക്വാമിഷിന്റെ ടൂറിസം സാധ്യതകളെ മെച്ചപ്പെടുത്താനായി 2014 തുടങ്ങിയ പ്രോജക്റ്റാണ് സീ ടു സ്കൈ ഗൊണ്ടേല. ഗരിബാൽദി അഗ്നിപർവ്വതത്തിന് സമീപമാണ് ഈ പട്ടണം. ലാവ ഒഴുകി രൂപാന്തരപ്പെട്ട പ്രദേശമായതിനാൽ ഒരു ഷേപ്പ്ലെസ് ലാൻഡ്സ്കേപ്പാണ് ഈ പ്രദേശത്തിന്. മഞ്ഞും മലയും കാടും പുഴയും ഒക്കെ ഒരുമിച്ച് ഒരൊറ്റ കാഴ്ചയിൽ ആസ്വദിക്കാവുന്ന ഒരു നിമിഷമാണിത്. സ്ക്വാമിഷിലെ പോർട്ടിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഒരു ചരക്ക് കപ്പലാണത്. അവിടെ നിന്നും നോർത്ത് പോളിലേക്കുള്ള ചരക്ക് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നു. മറ്റൊരവസരത്തിൽ പോളാർ എക്സ്പ്രസ് എന്ന ട്രെയിൻ യാത്ര പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഗൊണ്ടേലയുടെ ഈ ക്യാബിൻ CWA എന്ന സ്വിസ് കമ്പനിയിൽ നിന്ന് കസ്റ്റം ചെയ്തതാണ്. ഒപ്പം ഡോപ്പിൾ മേയർ എന്ന ഓസ്ട്രിയൻ മാനുഫാക്ചറിംഗ് ചേർന്നാണ് ഈ ഡിസൈൻ ചെയ്തു തീർത്തത്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഇരിപ്പിടവും അതുപോലെ തന്നെ ഫ്ലോറിൽ നിന്ന് സീലിംഗ് വരെയുള്ള ഗ്ലാസും ഈ യാത്രയുടെ മുഴുവൻ കാഴ്ചകളും ചോർന്നു പോകാതെ ഒരു കാഴ്ചക്കാരന് നൽകും. മലയുടെ മുകൾ വശത്ത് -12°ആണ് ഇന്നത്തെ താപനില. തണുത്ത കാറ്റ് വീശുന്നത് കൊണ്ട് റിയൽ ഫീൽഡ് ടെമ്പറേച്ചർ അതിലും താഴെയായിരിക്കും. 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന 900 മീറ്റർ ഉയരത്തിൽ ഉള്ള ഗൊണ്ടേല സർവീസാണിത്. ഈ 10 മിനിറ്റ് യാത്രയിൽ ഒരു ബേഡ് വ്യൂ പോലെ ഓരോ കാഴ്ചകളും അനുഭവപ്പെടുന്നു. മലയുടെ മുകളിൽ ആദ്യം കാണുന്നത് ഈ സമ്മിറ്റ് ലോഡ്ജാണ്. ഇതിനകത്ത് ടൂറിസ്റ്റുകൾക്കുള്ള ഗിഫ്റ്റ് ഷോപ്പും വസ്ത്രങ്ങളും റെന്റൽ ഷൂസും ഒക്കെ ഉണ്ട്. താരതമ്യേന സാധാരണ വില തന്നെയാണ് ഇവിടെയുള്ള സാധനങ്ങൾക്കും. ഇതിനോട് ചേർന്ന് ചെറിയൊരു കഫേയുമുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫുഡ് പാക്കേജാണ് ഇവിടെ സഞ്ചാരികൾക്ക് നൽകുന്നത്. സൺഡേസിൽ ഫുഡ് ഓഫറുകളും സ്പെഷ്യൽ ഡെസേർട്ടും മ്യൂസിക് കൺസേർട്ടും ഒക്കെ ഈ ലോഡ്ജിൽ നടക്കുന്നുണ്ട്. ആദ്യ വർഷം തന്നെ 2 ലക്ഷം ടൂറിസ്റ്റുകളെ ഇവിടേക്ക് ആകർഷിക്കുവാൻ ഈ പ്രോജക്റ്റിന് കഴിഞ്ഞു. 10ലധികം ട്രയൽസും ഷൂ സ്കീയിങ്ങും ഹൈക്കിങ്ങും ഒക്കെയായി ഒരൊറ്റ സ്ഥലത്ത് പ്രകൃതിയെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം പദ്ധതികൾ കേരളം പോലുള്ള ടൂറിസം സംസ്ഥാനങ്ങൾക്കും സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ ജഡായി പാർക്കൊക്കെ ഇതുപോലുള്ള പദ്ധതികൾക്ക് ഉദാഹരണമാണ്. 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഡെക്കാണ് ഈ പ്ലാറ്റ്ഫോം.
ഇവിടെ നിന്നും സ്ക്വാമിഷിന്റെ സൗത്ത് ഭാഗത്തുള്ള മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. സമ്മിറ്റ് ലോഡ്ജിലെ വ്യൂയിങ് ഡെക്കാണിത്. ഇത്തരം 3 വ്യൂയിങ് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. BCയിലും വാൻകൂവറിലും ഒക്കെ ഉള്ളവർക്ക് സൺഡേ ഒരു 3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ഈ കാണുന്നതാണ് സ്കൈ പൈലറ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ്. ഏകദേശം 100 മീറ്റർ ദൂരമാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ്. 360 ഡിഗ്രി വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽ ഈ ബ്രിഡ്ജിൽ നിന്ന് കിട്ടുന്നതാണ്. സൈഡിലേക്കും താഴേക്കും ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട്. ഇത് നടന്നു ചെല്ലുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്കാണ്. അവിടെ നിന്ന് മറ്റു ട്രെയിലുകളിലേക്കുള്ള യാത്രകളും തുടങ്ങുന്നു. Nice. അപ്പം നമ്മുടെ അടുത്ത പരിപാടി സ്നോ ഷൂയിങ് ആണ്. അപ്പം അതുകൊണ്ട് കയ്യിൽ ക്യാമറ പിടിക്കാനായിട്ട് ഇച്ചിരി പണിയായതുകൊണ്ട് തലയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് GoPro. നമുക്കപ്പം നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അടിപൊളി ഒരു ത്രില്ലിംഗ് ഫീലാണ് ഇവിടെ. ഫെറാറ്റ എന്ന റോക്ക് ക്ലൈംബിംഗ് സെക്ഷൻ ഇവിടെയുണ്ട്. വിന്റർ സീസൺ ആയതുകൊണ്ട് അത്തരം ആക്ടിവിറ്റികൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വിന്റർ സീസണിൽ സേഫ്റ്റിയുടെ ഭാഗമായി ട്രെയിലുകളിലൂടെ നടക്കുവാനാണ് സ്നോ ഷൂയിങ് ഉള്ളത്. മഴ പെയ്തതുകൊണ്ട് കൂടുതൽ മഞ്ഞിലൂടെ നടക്കാൻ പറ്റില്ല. ഇതുപോലുള്ള ഒട്ടനവധി ട്രെയിനുകളാണ് ഇവിടെ ഉള്ളത്. മലയാളി യാത്രയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾക്കായി കാനിൻ മ്യൂസിക് വാഗൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മലയാളി യാത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ ബൈ.